മെമ്പർ ഇവിടെ ഉണ്ടാവിരിക്കില്ലേ? അല്ല, നിങ്ങളെന്താ ഇപ്പൊ വന്ന്? തൊഴിലാവേദനത്തിന് സമയം ആയിട്ടില്ലല്ലോ, കേറിയിരിക്കി. അതല്ല, കാര്യം പറഞ്ഞ പെട്ടെന്ന് പോവാം. ഞങ്ങൾ കേറിയിരിക്കാൻ വന്നോന്നല്ല മെമ്പറെ, ഞങ്ങൾ വന്നത് മെമ്പറോട് ഞങ്ങളെ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് പറയാനാ. അത് പറയാൻ നിങ്ങൾ ഇപ്പൊ നേരിട്ട് ഇങ്ങോട്ട് വരണോ? ഞാനില്ലാതെ നിങ്ങൾക്ക് എന്ത് ആഘോഷം, അല്ല എന്ത് സമരം? അത് തന്നെ ഞാൻ അപ്പോഴേ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, മെമ്പർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. ഇന്നാ മെമ്പറെ, ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ തുടങ്ങും. പന്തലൊക്കെ അളി റെഡിയാക്കിയിട്ടുണ്ട്. ആ പരിസരത്തുള്ള കാക്കയും പൂച്ചയും വരെ സമരത്തിന് തയ്യാറായിട്ട് നിൽക്കുവാണ്. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ ഇന്ന് തന്നെ സമരം തുടങ്ങുന്നു. ഞാൻ എപ്പോഴാ ഉദ്ഘാടനം ചെയ്യാൻ വരേണ്ടത്? 5 മണിക്ക് വേണ്ട മെമ്പറെ, ഒരു 5:30 ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് ഈ ആളുകളൊക്കെ പണി കഴിഞ്ഞിട്ട് വരും. അത് പോയിന്റ്. എന്നാ പിന്നെ 5:30 കാണാം. ഷുക്കൂറേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അല്ല, ഇതിപ്പോ ഏതാ സമരം? പാറ പൊട്ടിക്കൽ നിർത്താനുള്ള സമരല്ലേ? ഇതല്ല, അതൊക്കെ എന്നെ ഒത്തുതീർപ്പായി. അത് ശരിയാണല്ലോ, അത് ഞാൻ തന്നെയാണല്ലോ ഒത്തുതീർപ്പാക്കിയത്. അപ്പൊ പിന്നെ റോഡ് നന്നാക്കാനുള്ള സമരമായിരിക്കും അല്ലേ? അതൊന്നും അല്ല മെമ്പറെ, ഇത് അപ്പൊ പിന്നെ കേന്ദ്രത്തിന്റെ വികലമായ നയങ്ങൾക്കെതിരെ നമ്മൾ ആസൂത്രണം ചെയ്ത പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് ആയിരിക്കും അല്ലേ? പക്ഷെ അത് 5 മണി കഴിഞ്ഞ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ മെമ്പറെ. ഈ പറഞ്ഞതൊന്നും അല്ല. ഇതിന്റെ അളിയ മൂസക്കായിന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ബിവറേജ് വരുന്നില്ലേ, അതിനെതിരെ സമരം ചെയ്യുന്ന കാര്യ. മൂസേന്റെ വീടിന്റെ അടുത്തോ ബിവറേജോ? അതൊരു നല്ല കാര്യല്ലേ? ഒരു തരത്തിൽ ചിന്തിച്ച ഒരു നല്ല കാര്യം തന്നെയാ. എന്ത് നല്ല കാര്യാന്നാ ഈ പറയുന്നത്? അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താണ്ടോ ഗുണോ? നാട്ടുകാർക്ക് ഗുണമുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ മൂസയ്ക്ക് ഗുണമുണ്ട്. അതെങ്ങനെ? ഇപ്പൊ മൂസയ്ക്ക് രാവിലെ മാത്രമല്ലേ കച്ചവടമുള്ളൂ? അതെ, ഇനി വൈകുന്നേരം കൂടി കച്ചവടം ഉണ്ടാവും. ഈ പുതുതായിട്ട് വരുന്ന ബിവറേജിന്റെ അടുത്ത് ഒരു ചെറിയ സെറ്റപ്പ് അങ്ങോട്ട് തുടങ്ങ. അത് നല്ല ഐഡിയ ആണല്ലോ. കുപ്പി വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോയില്ലേ? അത് വളരെ വളരെ ശരിയാണ്. മൂസയ്ക്ക് അവിടെ മീൻ കച്ചവടം പൊടി പൊടിക്കാം. അല്പം ചീഞ്ഞ മീനായാലും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ പാത്തൂനെ കൊണ്ട് നല്ല മീൻകറി വെപ്പിച്ച് അവിടെ ചെറിയൊരു തട്ടുകട സെറ്റപ്പ് അറേഞ്ച് ചെയ്യാം. അതൊന്നും ശരിയാവില്ല മെമ്പറെ. ഷുക്കൂറെ, ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. അത് തന്നെ സുക്കൂറെ, ഇനിയൊന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക്. ഇപ്പോ ബാറിലൊന്നും പോയിട്ട് അടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ തട്ടുകടന്റെ അടുത്ത് ചെറിയൊരു സെറ്റപ്പ്, ഗ്ലാസ് കൊടുത്താൽ മതി. സോഡയും വെള്ളവും ഓംലെറ്റും ഒക്കെ മൂസന്നെ വിറ്റോട്ടെ. അതിനൊന്നും അളിയനെ കിട്ടൂല മെമ്പറെ. അത് മാത്രല്ല, ഈ ബിവറേജ് വന്ന നമ്മളെ നാടിന്റെ സമാധാനം തന്നെ തരും. അതിലെ പിന്നെ പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുമോ? പിന്നെ ബീവറയുള്ള സ്ഥലത്തൂടെ പെണ്ണുങ്ങൾ വിമാനത്തിലൂടെയല്ലേ പോകുന്നത്. സുശീല, ഈ സമരം ചെയ്യാൻ വേണ്ടി വന്നാണോ അതോ സമരം പൊളിക്കാൻ വേണ്ടി വന്നതോ? അതെ, ഈ സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഞാൻ പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. നീ മിണ്ടുന്നതിനേക്കാൾ നല്ലതാണല്ലോ മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. മനസ്സിലായോ? ഇക്കാര്യത്തിൽ ഞാൻ നാടിന്റെ വികസനത്തിനൊപ്പമാണ്. ഒരു ബിവറേജ് വരുന്നതോടെ ആ നാടിന് എത്രത്തോളം വികസനമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടറിയലല്ല മെമ്പറെ, നിങ്ങൾ കൊണ്ടറിയും. ഈ സമരമായിട്ട് ഞങ്ങൾ നാട്ടുകാർ മുന്നോട്ട് പോകും. അതട്ട് പൊളിക്കാനപ്പം നോക്കിയാ നിങ്ങൾ കൊണ്ടറിയും. പാടാ സുശീല. അല്ല സുക്കൂറെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. നമ്മളൊരു വികസനത്തിന്റെ കാര്യല്ലേ. വികസന വിരോധികളായ നിങ്ങളെപ്പോലുള്ള പിന്തിരിപ്പൻ മൂരാച്ചുകളാണ് ഈ നാടിന്റെ ശാപം. ആ ശാപം ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. എന്ത് വന്നാലും ബിവറേജ് വരാൻ ഞങ്ങൾ സമ്മതിക്കൂല. മനസ്സിലായോ? മനസ്സിലായി. സുശീല. ആ